ഹരേ കൃഷ്ണ. കുചേല ദിനം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ കുചേല ദിനം വരുന്നത് ഡിസംബർ 17-ാം തീയതി ബുധനാഴ്ചയാണ്. കുചേല ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനും വൈഷ്ണവാദി മൂർത്തികൾക്കും പ്രധാനപ്പെട്ട ഒന്നാണ് അവിൽ നിവേദ്യം. ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തൻ്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് അവിൽ പൊതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണ് എന്ന് സങ്കല്പം. അന്നേ ദിവസം മഹാവിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെയോ അമ്പലത്തിൽ പോയി തൊഴുത് അവിൽ പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖം മാറുമെന്നാണ് വിശ്വാസം. അവിൽ നിവേദ്യം കഴിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. സന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ സഹപാഠികളായിരുന്നു ശ്രീകൃഷ്ണനും കുചേലനും. ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ സ്വഗൃഹത്തിലേക്കും മടങ്ങി. കുചേലനാകട്ടെ വളരെ കഷ്ടപ്പെട്ട് ഭിക്ഷ യാചിച്ചൊക്കെയാണ് കുടുംബം നോക്കിയിരുന്നത്. ആ സമയത്ത് കുചേലൻ വിവാഹം കഴിച്ച് കുട്ടികളുമായി. അപ്പോഴും ദാരിദ്ര്യം തന്നെ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുചേലന്റെ പത്നി അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ സഹപാഠിയല്ലായിരുന്നോ ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ? അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാൽ നമ്മളെ എന്തെങ്കിലും ഒന്ന് സഹായിക്കില്ലേ എന്ന്. ഇത് കേട്ട് കുചേലൻ പറഞ്ഞു, ഏയ് ഇല്ല, അതൊന്നും സാധ്യമല്ല. അദ്ദേഹത്തെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അതൊക്കെ മോശമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിരന്തരമായി ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം മനസ്സില്ലാ മനസ്സോടെ ഭഗവാനെ ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ പോകാൻ റെഡിയായി. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞു ചെല്ലുന്ന സഹപാഠിയെ കാണാൻ വെറും കയ്യാലെ എങ്ങനെ പോകും? അവസാനം ഗൃഹത്തിലുണ്ടായ കല്ലും മണ്ണുമൊക്കെ നിറഞ്ഞ നെല്ലൊക്കെ ഇടിച്ച് അവിലാക്കി ഒരു കിഴി കെട്ടി കുചേല പത്നി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നു. ദ്വാരകയിലെത്തിയ കുചേലന്റെ വേഷവിധാനങ്ങൾ കണ്ട് എല്ലാവരും കളിയാക്കുന്നു. അവസാനം എങ്ങനെയൊക്കെയോ കുചേലൻ അവിടെ ചെന്ന് കൃഷ്ണനെ കണ്ടു. കുചേലൻ കൊടുത്ത ഓരോ പിടി അവിൽ വായിലേക്ക് വെക്കുമ്പോഴും കുചേലന്റെ ഭവനം കുബേര ഭവനമായി മാറുകയായിരുന്നു. ഭഗവാന് ഒരുപാട് സന്തോഷമാകുകയും കുചേലനെ നല്ലതുപോലെ ഭഗവാൻ സൽക്കരിച്ച് അദ്ദേഹത്തിൻ്റെ കാൽ വരെ കഴുകി സന്തോഷപൂർവമായി മടക്കി അയക്കുന്നു. പക്ഷേ തിരിച്ചു പോരുമ്പോഴാണ് കുചേലൻ ഓർക്കുന്നത്, ഞാൻ എന്തിനാണോ കൃഷ്ണന്റെ അടുത്ത് പോയത് അത് മറന്നുപോയിരിക്കുന്നു. ഇനിയിപ്പോൾ പത്നിയോട് ചെന്ന് എന്താ ഞാൻ പറയുക? വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയോ, അവിടെ കുടിലൊന്നും കാണാനില്ല. കൊട്ടാരം പോലത്തെ വീടുകൾ മാത്രം. ഈ കലിയുഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുചേലൻ സമ്പത്തിനായിട്ടല്ല കൃഷ്ണനെ കാണാൻ പോയത്. പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ ബഹുമാനത്തോടെ, നിർമ്മലമായ മനസ്സോടെ ഭഗവാനെ കണ്ടപ്പോൾ കുചേലന് കിട്ടിയ ഭാഗ്യമാണ് പരിപൂർണ വിശ്വാസത്തോടെ, ഭക്തിയോടെ, പത്നിയുടെ സങ്കടം മാറ്റാൻ വേണ്ടി മാത്രമായി ഭഗവാന്റെ അടുത്ത് ചെന്ന് തൻ്റെ സങ്കടം പറയാനെത്തിയ കുചേലൻ്റെ ആ ഭക്തി, ആ ഭക്തിയും മനസ്സിൻ്റെ നന്മയുമാണ് കുചേലനെ കുബേരനാക്കിയത്. കുചേലൻ്റെ അചഞ്ചലമായ ഭക്തി, ഭഗവത് പ്രേമം, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭഗവാനുണ്ടായിരുന്ന ആ കാഴ്ചദ്രവ്യം ഒരു പിടി അവിൽ മാത്രമായിരുന്നു. ആ അവിലിൽ ഉണ്ടായിരുന്നത് കുചേലൻ്റെ നിർമ്മലമായ മനസ്സ്, അചഞ്ചലമായ ഭക്തി, ദാരിദ്ര്യം എല്ലാമായിരുന്നു. വലിയ വലിയ വഴിപാടുകൾ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഭഗവാനോടുള്ള ആ ഭക്തി, വിശ്വാസം, ഇതാണ് വേണ്ടത്. അന്നത്തെ ദിവസം ഭഗവാന്റെ ഇഷ്ടവിഭവമായ അവിൽ വാങ്ങി ഒരു മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് കിഴിപോലെയാക്കി ഭഗവാനോടുള്ള ഭക്തി, സ്നേഹം, വിശ്വാസം
പ്രേമം എല്ലാം അതിൽ നിറച്ച് അത് കൊണ്ടുപോയി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ് കുചേല ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഭക്തിയുടെ തീവ്രതയും മനസ്സിൻ്റെ നന്മയുമാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. അന്നേ ദിവസം അചഞ്ചലമായ ഭക്തിയോടെ ഭഗവാന്റെ മുന്നിൽ ചെല്ലൂ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് തന്നിരിക്കും. അടുത്ത കുചേല ദിനത്തിൽ ഭഗവാൻ തന്ന ഒരു അനുഗ്രഹം, ഭഗവാൻ നിങ്ങൾക്ക് തന്ന ഒരു മഹാഭാഗ്യം ഭഗവാന്റെ മുന്നിൽ ചെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. അന്നേരം ഭഗവാനോട് നന്ദി പറയാൻ നിങ്ങൾ മറക്കരുത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.